കഷണ്ടിയിൽ പോലും മുടി കിളിർക്കും കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ട് ഉള്ള ഒരു ഹെയർ സീറം ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. അതും ഉലുവ വെച്ചിട്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഉലുവ വെച്ചിട്ട് ഇങ്ങനെ ഹെയർ സീറം ഉണ്ടാക്കിയിട്ട് തലയിൽ തേക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് എത്ര മാറാത്ത മുടി കൊഴിച്ചിലുണ്ടെങ്കിലും പെട്ടെന്ന് മാറുകയും ചെയ്യും. മുടി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരുകയും ചെയ്യും. നമുക്ക് ഈ തലയിൽ കൂടെ ഈ സ്കാൽപ്പിലൊക്കെ ചെറിയ ചെറിയ ബേബി ഹെയർസൊക്കെ കിളിർക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. ഈ സ്കാൽപ്പിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി പെട്ടെന്ന് വളരും. നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കുണ്ടല്ലോ, തലേ ദിവസം ഇന്ന് എടുക്കണം. നമുക്ക് നാളത്തേക്ക് എടുക്കാനുള്ളതാണെങ്കിൽ ഇന്ന് നമ്മൾ വെള്ളത്തിട്ട് കുതിർത്തി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നമുക്ക് റോസ്മേരിയുടെ ലീഫാണ്. ഈ റോസ്മേരിയുടെ ലീഫ് അങ്ങാടി ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. പിന്നെ മിക്കവർക്കും തന്നെ ഇതിൻ്റെ പ്ലാന്റ് ചില ആളുടെ വീടുകളിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്ലാന്റ് ഉള്ളവർക്ക് അതിൻ്റെ ലീഫ് ഇട്ടാലും മതി, പച്ച ലീഫ് ഇട്ടാലും മതി കേട്ടോ. നിങ്ങൾക്ക് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ കമൻറ്റ് ബോക്സിൽ ടാഗ് ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെങ്കിൽ കയറി വാങ്ങിച്ചോട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്കുണ്ടല്ലോ, ഇതുപോലെ നിങ്ങളൊരു അര സ്പൂണോളം റോസ്മേരിയുടെ ലീഫും അതുപോലെ തന്നെ എള്ളില്ലേ, എള്ള് നമുക്ക് തലമുടിക്ക് നല്ലതാണ് കേട്ടോ. മുടി പെട്ടെന്ന് വളരും എള്ള്. അപ്പോൾ എള്ളും അതിൻ്റെ കൂട്ടത്തിൽ ഒരു അര സ്പൂണോളം അല്ലെങ്കിൽ ഒരു 1/4 സ്പൂണോളം വരുന്ന രീതിയിൽ ഉലുവയില്ലേ, ഉലുവയും കൂടി ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ. നമ്മൾ എള്ളൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഒരു എള്ളെണ്ണയുടേതായ രീതിയിൽ ആ ഒരു വെള്ളത്തിനൊരു കളർ വരും കേട്ടോ. നല്ല രീതിയിൽ മുടി കിളിർക്കാനായിട്ട് എള്ള് നല്ലതല്ലേ. അപ്പം എള്ളും കൂടി ഇട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മിക്കവരൊക്കെ വീട്ടിൽ എള്ളുണ്ടാവുമല്ലോ, അപ്പോൾ എള്ളും കൂടി ഇടുക. എന്നിട്ട് നമ്മളത് കുതിർത്തി ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ മിക്കവരൊക്കെ വീട്ടിൽ ഈ കറ്റർവാഴ ഉണ്ടാവത്തില്ലേ, കറ്റർവാഴ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ മുടിക്ക് ഇങ്ങനെ നല്ല ഒരു സ്ട്രൈറ്റായിട്ട് മുടി വളരാൻ നല്ലതാണ്. ഈ കറ്റർവാഴ ഇടുവാണെങ്കിൽ നല്ല തിളക്കവും കിട്ടും, കറുപ്പും കിട്ടും. അപ്പോൾ അതായത് ഇതുപോലെ ഒരു ചെറിയൊരു തണ്ട് കറ്റർവാഴ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം സവാളയുടെ കഷ്ണം അല്ലെങ്കിൽ ചുവന്നുള്ളിയുടെ ആണെങ്കിൽ 2 ചുവന്നുള്ളി ഇട്ടാലും മതി കേട്ടോ. പിന്നെ ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ 1-2 ചെമ്പരത്തിപ്പൂവും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. മുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടും. അതുപോലെ നമ്മൾ സവാളയൊക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ ഇളകി പോകും കേട്ടോ. നീർക്കിട്ട് വീഴുന്ന പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1-2 പനിക്കൂർക്കയുടെ ഇല തുളസിയുടെ ഇല ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒരു ചെറിയ അരിപ്പയിൽ ഒരു 1-2 ട്രിപ്പ് നിങ്ങളത് അങ്ങനെ അരിച്ചെടുക്കുക കേട്ടോ. ഒരു തവണ അരിച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിലേക്ക് ആക്കണം എന്നുള്ളവർ നല്ല രീതിയിൽ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ആ പൊടി തടയും സ്പ്രേയുടെ ആ ഒരു ഇതിൻ്റെ ഉള്ളിലായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്പ്രേ ബോട്ടിലേക്ക് ആക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ നമ്മളിങ്ങനെ അരിച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ ഫില്ലർ ഉണ്ടെങ്കിൽ ആ ഫില്ലറിലേക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫില്ലർ മുക്കിയിട്ട് സ്കാൽപ്പിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കൈകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താലും മതി. കുളിക്കുന്നതിന് ഒരു തൊട്ട് മുൻപ് എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം തേച്ച് കൊടുത്തിട്ട് സാധാ നമ്മൾ കുളിക്കുമ്പം എങ്ങനെയാണ് കഴുകിക്കളഞ്ഞാൽ ആ ഒരു രീതിയിൽ സോപ്പിട്ടോ ഷാമ്പൂ ഇട്ടോ കഴുകിക്കളഞ്ഞാൽ മതി. മുടിക്ക് നല്ല തിളക്കവും കിട്ടും. മുടി സ്ട്രൈറ്റ് ആവാനൊക്കെ ആയിട്ട് നല്ലതാണ്. മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ മാറും, താരനും മാറും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും അമ്മയിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ കുഞ്ഞു ടിപ്സിനും വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്തവർ അതിലേക്കാണ് പുതിയതായിട്ട് വന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.